ഒരുപാട് അനുഭവം. എൻ്റെ അച്ഛൻ ഒരു വലിയ വിശ്വാസിയല്ല, പക്ഷേ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഒറ്റ ദൈവമേ ഉള്ളൂ. അത് മുത്തപ്പനാണ്. അത് വെറും മുത്തപ്പനല്ല, പൊലിൽ മുത്തപ്പൻ, വേറെ മുത്തപ്പനൊന്നുമില്ല. അപ്പോൾ അച്ഛൻ്റെ നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഒരുപാട് അനുഭവമുണ്ട്. അച്ഛൻ പറയും, ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പോലൂരുത്തപ്പം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കള്ളന്മാർ, അങ്ങനെ തന്നെ പറയാം. ബാക്കിയെല്ലാം തട്ടിപ്പാണ്. അത് അച്ഛൻ്റെ വിശ്വാസമാണ്. അത് ശരിയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഞാൻ സമ്മതിക്കാം. അത്രയേ ഉള്ളൂ. ഈ അനുഭവങ്ങൾ, സാക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളുടെ ന്യായാന്യായങ്ങളെ അന്വേഷിക്കുന്നത് ശാസ്ത്രാബോധത്തിൻ്റെ അഭാവത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അത് പരിഹരിക്കപ്പെട്ട ഒരു പ്രശ്നമാണ്. അത് പരിഹരിക്കപ്പെടാനുള്ള പരിശ്രമത്തിലാണ് എന്നെപ്പോലെയുള്ള ആളുകൾ. ഇനി ഒരു 2 മിനിറ്റ് ചോദ്യങ്ങൾ ചോദിക്കൂ. അതായത് അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അനുഭവജ്ഞാനവും കൊണ്ടാണ് ഒരു കാര്യത്തിൻ്റെ ശരി തീരുമാനിക്കുന്നതെങ്കിൽ ഈ ലോകത്ത് അന്ധവിശ്വാസം എന്ന ഒന്നും ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഈ ലോകത്തുള്ള ഒരന്ധവിശ്വാസം, നരബലി മുതൽ നമ്മൾ കൂടോത്രം അങ്ങേയറ്റം നികൃഷ്ടമായിട്ടുള്ള മൃഗബലി പോലെയുള്ള മന്ത്രവാദ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ടല്ലോ, എല്ലാത്തിനും ലോകത്ത് തുടരുന്നതിൻ്റെ കാരണം അവർക്കൊക്കെ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അത്ര അനുഭവങ്ങളെ സയൻറ്റിഫിക് ആയിട്ട്, അതായത് അങ്ങനെ അറിവില്ല എന്നല്ല നമ്മൾ പറയുന്നത്, നിങ്ങൾക്കൊക്കെ അറിവില്ല എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അറിവുണ്ട്, പക്ഷേ അറിവിനെക്കാട്ട് ഉപരിയായിട്ട് അറിവിനെ സ്വീകരിക്കുന്ന ഒരു ടൂളുണ്ട്. അത് ശാസ്ത്രാബോധം എന്ന് പറയും. ശാസ്ത്രാബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിഞ്ഞ എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കോ ഒന്നും ആടെ യാതൊരു പ്രസക്തിയേ ഇല്ല. ഇപ്പോൾ ഞാനൊരു വിഷയം സംസാരിക്കുന്നു, അപ്പോൾ എൻ്റെ ബന്ധുവാണ് ആ വിഷയത്തിലെ പ്രതിപാദിക്കുന്ന വ്യക്തി. അപ്പോൾ അവിടെ ഒരു താല്പര്യം എനിക്ക് അവിടെ വരുന്നുണ്ട്. ഇവിടെ സയൻറ്റിഫിക്കായിട്ട് നമ്മൾ നോക്കുമ്പോൾ അത്ര താല്പര്യങ്ങളൊന്നുമില്ല. യഥാർത്ഥത്തിൽ അയാൾ ചെയ്തിട്ടാണെങ്കിൽ ചെയ്തിന്, തെളിവുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. വസ്തുതകൾ കൊണ്ട് അന്വേഷിക്കുക, തെളിവുകൾ നയിക്കട്ടെ. അവിടെ ഇതിനോടെങ്കിലുള്ള വിരോധമില്ല, ഇതിനോടെങ്കിലുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു എന്താ പറയുക പ്രതിപത്യവുമില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ നയിക്കട്ടെ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരുപാട് അനുഭവങ്ങൾ യോഗക്കുണ്ട്, ഒരുപാട് അനുഭവം. എൻ്റെ അച്ഛൻ ഒരു വലിയ വിശ്വാസിയല്ല, പക്ഷേ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഒറ്റ ദൈവമേ ഉള്ളൂ. അത് മുത്തപ്പനാണ്. അത് വെറും മുത്തപ്പനല്ല, പൊലിൽ മുത്തപ്പൻ, വേറെ മുത്തപ്പനൊന്നുമില്ല. അപ്പോൾ അച്ഛൻ്റെ നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഒരുപാട് അനുഭവമുണ്ട്. അച്ഛൻ പറയും, ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പോലൂരുത്തപ്പം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കള്ളന്മാർ, അങ്ങനെ തന്നെ പറയാം. ബാക്കിയെല്ലാം തട്ടിപ്പാണ്. അത് അച്ഛൻ്റെ വിശ്വാസമാണ്. അത് ശരിയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഞാൻ സമ്മതിക്കാം. അത്രയേ ഉള്ളൂ. ഈ അനുഭവങ്ങൾ, സാക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളുടെ ന്യായാന്യായങ്ങളെ അന്വേഷിക്കുന്നത് ശാസ്ത്രാബോധത്തിൻ്റെ അഭാവത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അത് പരിഹരിക്കപ്പെട്ട ഒരു പ്രശ്നമാണ്. അത് പരിഹരിക്കപ്പെടാനുള്ള പരിശ്രമത്തിലാണ് എന്നെപ്പോലെയുള്ള ആളുകൾ നിരന്തരമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ യോഗയോട് എന്തെങ്കിലും മുൻവൈരാഗ്യം നമ്മൾക്കില്ല. ഏതെങ്കിലും ഒന്നിനോട് അങ്ങനെ വൈരാഗ്യമില്ല, പ്രത്യേകിച്ച് പ്രതിപത്യമില്ല. ആ പറയുന്ന കാര്യങ്ങൾ ആര് പറയുന്നു എന്നുള്ളതില്ല, വസ്തുനിഷ്ഠമായിട്ട് അതിനൊരു പിൻബലം എന്താണ്, പിൻബലമുണ്ടോ. നമ്മളിപ്പോൾ കോടതിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇന്നയാൾ മോഷ്ടിച്ചു, അപ്പോൾ അവിടെ എന്താണ്, എനിക്ക് അനുഭവമുണ്ട്, മുമ്പേ മോഷ്ടിച്ചിട്ടുണ്ട്. സംഭവം മുമ്പേ മോഷ്ടിച്ചിട്ടുള്ള സത്യമായിരിക്കും, പക്ഷേ ഈ മോഷണം അയാൾ എന്താ ചെയ്യുന്നുള്ളതിന് അത്ര അനുഭവങ്ങളൊന്നുമല്ല പ്രധാനം. അവിടെ തെളിവുകളാണ് പ്രധാനം. തെളിവുകളാണ് പ്രധാനം. അങ്ങനെ അക്സെപ്റ്റ് ചെയ്തില്ല പോലെ അങ്ങനെ വന്നിട്ടുള്ള ഒരു ശാഖയാണ്. നമ്മൾ ഓർമ്മ ഈ ഒരു കാഴ്ചപ്പാട് കൊണ്ട് അതിനെ വിമർശിക്കുന്നില്ല. എന്താ അതിൽ കാര്യമുള്ളത്? അതായത് ഈ ശാസ്ത്രം എന്ന് പറയുന്നത്, നിങ്ങൾ പറയുന്നത് ഇപ്പോൾ ആധുനിക ശാസ്ത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 100-1.5 നൂറ്റാണ്ട് 2 നൂറ്റാണ്ടിൽ ഇപ്പുറം രൂപപ്പെട്ട് വന്നത് സത്യമാണ്. പക്ഷേ ആ ശാസ്ത്രം എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് മുതൽ പ്രകൃതിയിൽ ഇടപെടൽ തുടങ്ങിയോ അന്ന് ആദ്യമായിട്ട് കല്ല് കൂർപ്പിച്ച് ആയുധം ഉണ്ടാക്കിയത് ശാസ്ത്രത്തിൻ്റെ ആദ്യത്തെ രൂപം തന്നെയാണ്. കാരണം അതിലൊരു വസ്തുതയുണ്ട്, കൂർത്ത പ്രതലം കൊണ്ട് മൂർച്ചയുള്ള ഒരു ഉപയോഗം കിട്ടും എന്നുള്ളത്. അതിലൊരു വസ്തുത ഉണ്ട്. അതല്ലാതെ അതിൻ്റെ കൂടെ 2 മിനിറ്റ് പ്രാർത്ഥിക്കാൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന മൃഗത്തിനെ കിട്ടും എന്നും കൂടി വിശ്വസിക്കുമ്പോൾ ഒന്നാമത്തതിൽ ശാസ്ത്രീയതയുടെ പിൻബലമുണ്ട്, നമുക്ക് തെളിയിക്കാൻ പറ്റും. രണ്ടാമത്തത് അത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള തോന്നലാണ്, അതിന് തെളിവില്ല എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. ഭാഷ കൊണ്ടുള്ള അഭ്യാസമാണിത്, വാക്കുകൾ കൊണ്ടുള്ള അഭ്യാസം, പ്രഭാഷണ കല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു ഉദാഹരണം പറയാമെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു ലാപ്ടോപ്പ് അഴിച്ച് ശരിയാക്കണം. നമുക്ക് സംഭവം അറിയാം, സംഗതി അറിയാം. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ടൂളുകൾ യഥാവിധി ഇല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട കാര്യം 5 മണിക്കൂർ കൊണ്ടായാലും അത് പൂർത്തിയാക്കാൻ വേണ്ടി കഴിയില്ല. കാരണം ആ ചെറിയ സ്ക്രൂവിന് ചെറിയ സ്ക്രൂ ഡ്രൈവർ വേണം.
വേറെ നെറ്റ് പോലത്തെ സാധനം അത് അതിൻ്റെ സാധനം വേണം. അപ്പോൾ ഈ പ്രഭാഷണ കലയിൽ നമ്മൾ ഓരോരോ ഉചിതമായ സന്ദർഭങ്ങളിൽ അതിനനുസരിച്ചുള്ള വാക്കുകൾ ചേരുമ്പോൾ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പഞ്ച് ആ ഡയലോഗിൽ കിട്ടുള്ളൂ. യഥാർത്ഥത്തിലുള്ള അർത്ഥം ഓഡിയൻസിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ചില വാക്കുകൾ ചേരേണ്ട സ്ഥലത്ത് അത് തന്നെ ചേരണം. അതല്ലെങ്കിൽ ഒരു അഭംഗി അവിടെ നിലനിൽക്കും. അതൊരു പ്രധാന ഘടകമാണ്. അപ്പോൾ പദസമ്പത്താണ് ഏറ്റവും നിർണായകമായിട്ടുള്ള പല ഘടകങ്ങളിൽ ഒരു ഘടകം പദസമ്പത്താണ്. പദസമ്പത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതിലൂടെ എളുപ്പ വഴിയൊന്നുമില്ല. നിരന്തരമായ വായനയും ചർച്ചകളും പ്രഭാഷണങ്ങളും ശ്രദ്ധിക്കുക, മറ്റുള്ളവരോട് സംവദിക്കുക, അങ്ങനെ നിരന്തരമായിട്ടുള്ള ഒരു ഇടപെടലിലൂടെ നമ്മൾ ആർജിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇഷ്ടംപോലെ നമ്മളൊരു ടൂൾ ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ജോലി ഈസി ആയിരിക്കും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പല തൊഴിലുകൾ നമ്മൾ ഏർപ്പെടുമല്ലോ, ചില കാര്യങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു എക്സോ ബ്ലേഡ് ഉണ്ട്, ഒരു കൈവാളുണ്ട്, ഒരു മഴുവുണ്ട്, അതുണ്ട്, ഇതുണ്ട്, അത്യാവശ്യമുള്ള സാധനമെല്ലാം വീട്ടിലുണ്ടെങ്കിൽ എല്ലാം നമ്മൾ ഓരോന്നിനും ഓടണം, ഒരുപാട് സമയം പോകും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രഭാഷണത്തിന് സംഭവിക്കുന്നത്. കയ്യിൽ ആയുധങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കുക, യഥാർത്ഥ സ്ഥലത്ത് യഥാർത്ഥ വാക്കുകൾ. ചില സമയത്തുണ്ടല്ലോ, ചില സമയത്ത് ചില വാക്ക് ചെറിയ വാക്കായിരിക്കും, അസാധാരണ ഒരു പ്രഹരശേഷി ഉണ്ടാവും. അതങ്ങനെ വരുമ്പോൾ അവിടെ അതൊഴിച്ചിട്ട് വേറെ ഒരു വാക്കും സമാനമായ അർത്ഥം കൊടുക്കുന്ന പല വാക്കുകളും കൂടി നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതായത് ഒരാശയത്തിന് അതേ അർത്ഥം കൊടുക്കുന്ന ഒരുപാട് വാക്കുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സംഭവം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, സെക്കൻഡ് ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് അവിടെ ഇടാം. ചെറിയൊരു പോരായ്മ വരുമെങ്കിലും ആ കാര്യങ്ങൾ ഓഡിയൻസിന് അങ്ങനെ മനസ്സിലാവില്ല. അതാണ് അതിനൊക്കെ പറയാനുള്ളത്. ഇനി ഒരു എല്ലാവരും ജയിച്ച ഒരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഓരോരുത്തരും അവരുടെ കാഴ്ചപ്പാടിൽ LDF പറയുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് UDF പിടിച്ചതാണ്. ആ ഒരു അവസ്ഥയിൽ നിന്ന് നോക്കുമ്പോൾ വളരെ വലിയ വിജയമാണ് LDFനുണ്ടായിട്ടുള്ളത്. UDF വിലയിരുത്തുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും UDFന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരും ജയിച്ചു. BJPയുടെ കാഴ്ചപ്പാടിൽ അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം 12 അതിനേരം പഞ്ചായത്തിലാണ് ഭരണമുള്ളത്. ഇപ്രാവശ്യം 24ഓളം 27 അപ്പോൾ ഇരട്ടിയിൽ കൂടുതൽ പഞ്ചായത്തിൽ ഭരണം ലഭിച്ചു, അവരും ജയിച്ചു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനാണ് നമ്മൾ വിലയിരുത്തുമ്പോഴല്ലോ, യഥാർത്ഥത്തിൽ ഈ ജനാധിപത്യം എന്ന് പറയുന്ന ആശയ ലോകത്തിനകത്ത് വോട്ട് എന്ന് പറയുന്നത് വളരെ മാരകമായ പ്രഹരശേഷിയുള്ള ഒരു ആയുധം തന്നെയാണ്. ഏറ്റവും മികച്ച ആയുധമാണ്. വോട്ടിലോളം ഫലപ്രദമായിട്ടുള്ള ഒരു ആയുധം ജനാധിപത്യത്തിനകത്ത് മറ്റൊന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഭാരതം പോലത്തെ ഒരു രാജ്യത്ത് മഹാഭൂരിപക്ഷം പേരും അന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് പൊരുതുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈ ആയുധം വെച്ചിട്ട് അവർക്ക് അനുയോജ്യമായ ഒരു ഭരണകൂടത്തെ ഈ രാജ്യത്ത് പ്രതിഷ്ഠിക്കാൻ അവർക്ക് കഴിയും. അതിനുള്ള മഹാഭൂരിപക്ഷം അവർക്കുണ്ട്. പക്ഷെ അവരത് അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വോട്ട് ഉപയോഗിക്കാൻ അറിയാവുന്നതിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ച പ്രഹരശേഷി ഉണ്ടാക്കാൻ അതിന് കഴിയും. പക്ഷേ അതിനറിയാത്തവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് തിരിച്ചു വാങ്ങി അവൻ്റെ പള്ളക്ക് എന്നെ കുത്താൻ വേണ്ടി മതങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശാപം. അപ്പോൾ നമ്മളിവിടെ ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിലെ ചർച്ചയ്ക്ക് വെക്കുന്നത്. അപ്പോൾ നമ്മളെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞാൻ കേട്ട പ്രസംഗങ്ങളും അനൗൺസ്മെൻറ്റുകളൊക്കെ തന്നെ എന്തായിരുന്നു? 1, നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ താമരയ്ക്ക് വോട്ട് ചെയ്യുക. 2, പിണറായി വിജയൻ്റെ ഇരട്ടച്ചങ്കൻ്റെ അങ്ങനെയുള്ള മുദ്രാവാക്യം. അപ്പോൾ ഇരട്ടച്ചങ്കന് പഞ്ചായത്തിൽ നമ്മൾ വോട്ട് ചെയ്യണം, നരേന്ദ്രമോദിക്ക് പഞ്ചായത്തിൽ വോട്ട് ചെയ്യണം. അപ്പോൾ അഴിമതിക്കെതിരായിട്ട് UDF വോട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പഞ്ചായത്തിലെ പ്രശ്നങ്ങൾ ആരും പറയുന്നില്ല, ആരും ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ നാട്ടിൻപുറത്തൊക്കെ എൻ്റെ നാട്ടിൻപുറത്തൊക്കെ കടൻ്റെ വരാന്തയിലൊക്കെ ചെസ്സ് കളിയാണ്. അപ്പോൾ നിങ്ങൾ രസകരമായിട്ടുള്ളൊരു വസ്തുത നിങ്ങൾ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്ത് ഇപ്പുറത്തുള്ള ആൾക്കാർ വന്ന് ഇങ്ങനെ പൊതിയും. കുറച്ച് കഴിഞ്ഞാൽ ഇവ പറയടാ കുതിര തുള്ളിക്കുന്നവർ. അപ്പോൾ ഇവ കുതിര എടുത്ത് വിളിച്ച് മറ്റേ അപ്പുറത്തെത്തുന്നവർ ആനനെ വെക്കുന്നവർ. അപ്പോൾ ആനനെ വെച്ച് അപ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവരെ എന്താണ് ഓലേറ്റെടുത്ത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇവരോട് ഇരിക്കുന്നുണ്ടാവും, ഇവരെന്നെ നീക്കൽ തുടങ്ങും. ബാക്കിലിരിക്കുന്ന ആൾക്കാർ അങ്ങനെ പുറകിലിരിക്കുന്ന ആൾക്കാർ നീക്കുന്നതായിരുന്നു ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ്. യഥാർത്ഥത്തിൽ വാർഡ് തലത്തിലുള്ള പഞ്ചായത്ത് തലത്തിലുള്ള ഭരണ നടപടികളെ പറ്റിയിട്ടോ അതിൻ്റെ പോരായ്മകളെ പറ്റിയിട്ടോ ഒരു ചർച്ചയും നടന്നില്ല എന്ന് മാത്രമല്ല, വൈകാരികമായിട്ടുള്ള വിഷയങ്ങളെ മാത്രമാണ് എടുത്തിട്ട്